ആദ്യമേ പറയാം, ആരും സ്ക്രോൾ ചെയ്ത് പോകാൻ പാടില്ല, മുഴുവനായിട്ടും വീഡിയോ കാണണം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണിത്. എന്താണെന്ന് വെച്ചാൽ വലിയൊരു തട്ടിപ്പിൻ്റെ കഥയാണ്. ഇനി ആരും പോയിട്ട് അതിൽ കുടുങ്ങാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ഒരു 35 വയസ്സെല്ലാം ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടികളെ കിട്ടാൻ വലിയ പാടാണ്. വിവാഹത്തിനായിട്ട് ആലോചിക്കുന്ന സമയത്ത് പെൺകുട്ടികളെ കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യും, കർണാടക ആടിയിലെ പെൺകുട്ടികളെ ആശ്രയിക്കും. ആടിയിലെ പെൺകുട്ടികളെ പോയി കാണും ബ്രോക്കർ മുഖേന. അങ്ങോട്ട് കണ്ട് ഇഷ്ടപ്പെട്ട പോലെ ഇങ്ങോട്ട് വീട് കാണാൻ വന്നു. എല്ലാം ചെയ്ത് കല്യാണത്തിന് ഒരു രണ്ട് ദിവസം മുന്നേ അവർ പറയുന്ന പെൺകുട്ടി ഒളിച്ചോടി പോയി. അങ്ങനെ ഇതൊരു വലിയൊരു ഫേക്കായിട്ടുള്ളൊരു ടീമാണിത്. ടീമായിട്ട് ചെയ്യുന്നതാണ് ഇവർ. എന്ന് വെച്ചാൽ അവരെ പൈസയും കാര്യങ്ങളെല്ലാം കിട്ടും. 10-20 രൂപയല്ല അവർ വാങ്ങൽ, ഒരു 5 ലക്ഷത്തിൻ്റെ അടുത്ത് തന്നെ അവർ വാങ്ങും. ശരിക്കും പറഞ്ഞാൽ വാങ്ങിയവരുണ്ട്. പക്ഷേ ഇതിനായിട്ട് തുനിഞ്ഞിറങ്ങൂല. ഈ നൂലാമലകളിൽ പോയി പെടാൻ കഴിയില്ലെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ പുറകെ പോകാൻ എല്ലാവരും മടിക്കും. അതിനേക്കാളും സമയം പിന്നെ അടുത്ത പോലീസിൻ്റെ സഹായം തേടണം. അതൊന്നും ചിലപ്പം ശരിയായ രീതിയിൽ നടക്കണമെന്നില്ല. അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് ഇവർ അതിൻ്റെ പുറകിൽ പോകാൻ മെനക്കെടൂല. അങ്ങനെ ഇനി ആരും പോയി പെടാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. അതുകൊണ്ട് ഇതിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ എല്ലാം കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് കണ്ടിട്ട് ഇനിയും ഈ പെൺകുട്ടീനെ വെച്ചിട്ട് ആരും ഇങ്ങനെ ഒരു കല്യാണ തട്ടിപ്പ് ചെയ്യാൻ പാടില്ല എന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഇത് മോശമായ രീതിയിൽ ആരും എടുക്കണ്ട. അതുകൊണ്ട് എനിക്കിത്ര പറയാനില്ല. ഇനി ആരും പരമാവധി പെടാതിരിക്കുക. പരമാവധി എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് തരണേ. പരമാവധി നിങ്ങൾക്ക് പറ്റുന്ന എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് എത്തിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇനിയൊരാൾക്കും ഇങ്ങനൊരു അബദ്ധം പറ്റാൻ പാടില്ല. ഇനിയൊരു തട്ടിപ്പ് അവർ ചെയ്യാൻ പാടില്ല. ഇനി ഈ പെൺകുട്ടീനെ വെച്ചിട്ടൊരു തട്ടിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ അഥവാ ഇങ്ങനെ ഒരു കല്യാണം ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത്രയും നമ്മളെ ഭാഗത്ത് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് കല്യാണത്തിലേക്ക് നീങ്ങാനും നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനും എല്ലാം തുനിഞ്ഞിറങ്ങാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരുപാട് 1000-1 ഇത് ചിലപ്പം. എന്തായാലും ഇത് ഷെയർ ചെയ്യണം, പരമാവധി ഷെയർ ചെയ്യണം. അത്രയും നമുക്ക് പറയാമല്ലോ.